നമ്മൾക്കിന്ന് വീട് എന്ന് പറയുന്നത് ഒരിക്കലും പുരുഷൻ്റെ അല്ല. വീട് എന്ന് പറയുന്നത് പെണ്ണുങ്ങളുടെ മാത്രം ഏരിയയാണ്. അവിടെ റെസ്പോൺസിബിലിറ്റി ഈക്വലി ഷെയർ ചെയ്യപ്പെടേണ്ടതാണെന്ന് കാണുന്നില്ല. എന്നും മുതിർന്ന, ഇപ്പം ഞാൻ 2 ആൺപിള്ളേരുള്ള ഒരു അമ്മയാണല്ലോ. അപ്പോൾ എനിക്കൊരു 29-27 വയസ്സായ മക്കൾ, ഒരു സ്ത്രീനെ ആ വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ ആ വീട് വൃത്തിയായിരിക്കേണ്ടത്, അവരെ വസ്ത്രങ്ങൾ പോലും അലക്കി ഉണക്കി എടുക്കേണ്ടതൊന്നും അവരുടെ ബാധ്യതയായിട്ട് കാണുന്നില്ല. അവിടെയുള്ളൊരു സ്ത്രീയുടെ ബാധ്യതയായിട്ട് കാണണം. അപ്പോൾ അത്ര പോലും ഒരു മനുഷ്യന് അറിഞ്ഞിരിക്കേണ്ട സ്കില്ലുകൾ, ജീവിക്കാൻ അതിജീവിക്കാൻ ഒരു മനുഷ്യൻ ചെയ്യേണ്ട അത്തരം കുഞ്ഞു ഉത്തരവാദിത്തങ്ങൾ പോലും പെണ്ണിൻ്റെ ആണെന്ന് ചിന്തിച്ച് വളരുന്ന പുരുഷന്മാർക്ക് അല്ലെങ്കിൽ ആൺപിള്ളേർക്ക് പെട്ടെന്ന് നമ്മൾ ഈക്വൽ റൈറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ഡൈജസ്റ്റ് ചെയ്യില്ല. ഇവളുമാരൊക്കെ പിന്നെ എന്തിനു ജീവിച്ചിരിക്കുന്നത് എന്ന് തോന്നിപ്പോകും അവർക്ക്. മനസ്സിലായോ? അത്രയ്ക്ക് അവർക്ക് അതിൻ്റെ ഒരു ഹ്യൂമിലിയേഷൻ എന്താണ് ആ സ്ത്രീ അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അത് ഞാൻ പറയുന്നത് വളരെ എക്സ്പോഷർ ഉണ്ടെന്നും ഒരുപാട് വായനയും വ്യത്യസ്ത സമൂഹങ്ങളും ജീവിതമൊക്കെ മനസ്സിലാക്കുന്ന കഥകളിലൂടെ, സിനിമകളിലൂടെ, അല്ലെങ്കിൽ ഇൻട്രാക്ഷനിലൂടെയൊക്കെ മനസ്സിലാക്കുന്ന പിള്ളേർക്ക് പോലും അത് മനസ്സിലാവുന്നില്ല. അപ്പോൾ പിന്നെ വളരെ യാഥാസ്ഥിതികമായ ചുറ്റുപാടിൽ യാഥാസ്ഥിതികമായി തന്നെ ജീവിക്കുന്നതാണ് ശരി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞാൽ നമ്മൾ ഈ സംഗീതം എന്ന് പറയുന്നത് ഒരു അടഞ്ഞ മനസ്സിൻ്റെ ഒരു പ്രോഡക്റ്റായിട്ടുള്ള നമ്മൾ കാണുന്നത്. അതെല്ലാ മനസ്സിലുണ്ട്. മറ്റൊരു മനുഷ്യനെ പരിഗണിക്കാതിരിക്കുക, അല്ലെങ്കിൽ അപരപരിഗണനയില്ലാതെ പെരുമാറുക എന്നുള്ള ഒരു തോട്ട് ഭയങ്കര അപകടം പിടിച്ച സാധനം. അത് കൂടുതൽ സ്ത്രീകളോട് അതുണ്ട് എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഡൈവോഴ്സുകളുടെ പ്രശ്നം, ആത്മഹത്യകൾ. എന്തുകൊണ്ടാണ് ഇത്രയധികം സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നത് വിവാഹിതരുടെ ഇടയിൽ? അപ്പോൾ ഇതെല്ലാം ഇതാണ്. ഒരു വ്യക്തിത്വ ബോധമുള്ള ഒരു സ്ത്രീക്ക് പറ്റില്ല. കാരണം നമ്മളെ കണക്കുകൾ പറയുന്നത് ഏറ്റവും കൂടുതൽ PG വരെ എത്തുന്നത് നമ്മളെ പെൺപിള്ളേരാണ്. റേഷ്യോ നോക്കുമ്പോൾ ദേശീയ ശരാശരി നോക്കിയാലും ഇനി കേരളത്തിൽ തന്നെ ശരാശരി. പക്ഷേ ഇവർ ഒരു ദിവസം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വീട്ടിലിരിക്കുക. അപ്പോൾ ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഈക്വൽ റെസ്പോൺസിബിലിറ്റി അല്ല. അതിൻ്റെ പുറത്ത് ഈ സ്ത്രീ അവരുടെ കരിയർ കോംപ്രമൈസ് ചെയ്യണം, അവരുടെ പഠനം കോംപ്രമൈസ് ചെയ്യണം, അവരുടെ എല്ലാ തരത്തിലുള്ള വ്യക്തിഗതമായ സന്തോഷങ്ങളെയും സന്താപങ്ങളെയും കോംപ്രമൈസ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഭയങ്കര അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഇനി പുതിയ ഡിസൈനിലുള്ള വീടുകളെയൊക്കെ കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ പാട്രിയാർക്കി എന്ന് പറയുന്നതൊന്നും മാറാൻ പോകുന്നില്ല. കാരണം 10,000 വർഷത്തിലേറെയുള്ള സൗകര്യമാണ് അവർ അനുഭവിക്കുന്നത്.